ബൗളിൽ നിന്നും പേപ്പർ എടുത്ത് അൻസിബക്ക് കിട്ടിയത് സഹതാപം കാണിച്ച വോട്ട് നേടി മുന്നോട്ടു പോകുന്നെന്ന് നിങ്ങൾക്ക് തോന്നിയ വ്യക്തി ആരാണെന്നായിരുന്നു. അൻസിബ അതിന് ഉത്തരം പറഞ്ഞത് അത് നോറയാണെന്നാണ്. അപ്പൊ നോറ എഴുന്നേറ്റ് പറയുന്നുണ്ട്, നോറ വെരി ടാലന്റഡ് ആണ്, നോറക്ക് അതിന്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ അൻസിബ പറയുന്നു, നോറ എനിക്ക് എപ്പോഴും വിക്ടിം കാർഡ് കളിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അൻസിബ പറയുന്നു, നോറ എനിക്കെപ്പോഴും ഇവിടെ വിക്ടിം കാർഡ് കളിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഉറപ്പായത് റീസെൻ്റ്ലി ആണ്. അൻസിബ ഇവിടെ ഉദ്ദേശിച്ചത് നോറയുടെ പാരൻസ് വന്നു പോയതിന് ശേഷമുള്ള നോറയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ പറയണമെങ്കിൽ ഒരു തവണ പറയാം, അല്ലെങ്കിൽ 2 തവണ പറയാം. എന്നാൽ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഇൻജെക്ട് ചെയ്ത് പറയുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മൾ മാതാപിതാക്കളെ ഗുരു ദൈവം എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് അത് പിടിച്ച് സഹതാപം പിടിച്ചു പറ്റുക എന്നത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ ഇൻസ്പിറേഷൻ ആകണോ വേണ്ടോ എന്നുള്ളത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അൻസിബ ഇതിൽ പറഞ്ഞു വരുന്നത്, നോറയുടെ പാരൻസ് വന്നു പോയതിന് ശേഷം പാരൻസിനെ വെച്ചിട്ട് ഒരു വിക്ടിം കാർഡ് കളിക്കാനായിട്ട് നോറ നോക്കി എന്നുള്ളതാണ്. പാരൻസ് വന്നു പോയതിന് ശേഷം നോറ അവരുടെ കാര്യം പറഞ്ഞ് ഒരുപാട് കരഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കത് അത്ര ഫേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം നോറയ്ക്ക് നോറയുടേതായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാവും പറയാനായിട്ട്. പക്ഷെ എന്തായാലും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരൻസിനെ സൊസൈറ്റിയുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്. ശരിക്കും അവരുടെ ഇടയിലുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു പക്ഷേ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ ഒരു ഷോ എന്ന് പറയുന്നത് റെക്കോർഡഡ് ആണ്. എത്ര കാലം കഴിഞ്ഞാലും ഇതൊക്കെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന രീതിയിൽ വിസിബിൾ ആണ്. ഇനി നോറയുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂസ് സോൾവ് ആയി കഴിഞ്ഞാലും ഈ ഒരു ഇൻസിഡന്റ് ഒക്കെ എല്ലാവരിലേക്കും ഓൾറെഡി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് പാരൻസിനെ ഇട്ടു കൊടുക്കരുതെന്ന് പറയുന്നത്. എന്നാൽ ഇത് അൻസിബ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഇമോഷൻസിന്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും സൊസൈറ്റിയിലേക്ക് പറയുന്നതും, എസ്പെഷ്യലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും ശരിയല്ല.